വിശദമായ വാർത്തകൾ നോക്കാം. ഫേസ്ബുക്ക് പോസ്റ്റിലെ വിവാദ പരാമർശം പിൻവലിച്ച് കെ.ടി. ജലീൽ തന്റെ വരികൾ ദുർവ്യാഖ്യാനം ചെയ്തതായി ജലീൽ വ്യക്തമാക്കി. യാത്രാക്കുറിപ്പിലെ ചില പരാമർശങ്ങൾ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കി. നാട്ടിന്റെ നന്മയ്ക്കും ജനങ്ങൾക്കിടയിലെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനുമായി വിവാദ പരാമർശങ്ങൾ പിൻവലിക്കുന്നതായി ജലീൽ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വിവാദ പോസ്റ്റിലെ ആസാദ് കാശ്മീർ, ഇന്ത്യൻ അധീന കാശ്മീർ പ്രയോഗങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. കൂടുതൽ വിശദാംശങ്ങളുമായി മുഹമ്മദ് ഷിയാദ് ചേരുന്നുണ്ട്. ഷിയാദ്, ഈ തെറ്റിദ്ധാരണക്കിടയാക്കി എന്നാണ് ഇപ്പോൾ ജലീൽ പറയുന്നത്. അതായത് രാവിലെ അദ്ദേഹം ഈ വിശദീകരണവുമായി രംഗത്ത് വന്നപ്പോൾ അത് പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ നടപടികളിലേക്കടക്കം കടക്കുന്നു, അതായത് ഡൽഹിയിലടക്കം അദ്ദേഹത്തിനെതിരെ പരാതി വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രഹ്ലാദ് ജോഷി അടക്കം നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ളൊരു സൂചന നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലെ വിവാദ പരാമർശങ്ങൾ പിൻവലിച്ച് ജലീൽ തൻ്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തുവെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പുതുതായി അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. യാത്രാക്കുറിപ്പിലെ ചില പരാമർശങ്ങൾ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കി. നാടിൻ്റെ നന്മയ്ക്കും ജനങ്ങൾക്കിടയിലെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനുമായി വിവാദ പരാമർശങ്ങൾ പിൻവലിക്കുന്നതായാണ് ജലീൽ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. വിവാദ പോസ്റ്റിലെ ആസാദ് കാശ്മീർ, ഇന്ത്യൻ അധീന കാശ്മീർ പ്രയോഗങ്ങളും അദ്ദേഹം എഡിറ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നാനാകോണിൽ നിന്നും ഉയരുകയും ചെയ്തിരുന്നു. CPM-ന്റെ ഭാഗത്തു നിന്നും ജലീലിനെ തള്ളി രംഗത്ത് വരികയും ചെയ്തു. MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പാർട്ടിയുടെ നിലപാടിതല്ല എന്നുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ വിവാദ പരാമർശം പിൻവലിച്ചുകൊണ്ട് കെ.ടി. ജലീൽ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഡൽഹി കേന്ദ്രീകരിച്ച ആദ്യ പരാതിയും ചെന്ന സാഹചര്യമുണ്ടായിരുന്നു. BJP നിയമ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള സൂചനകളും നൽകുകയും ചെയ്തിരുന്നു. കെ. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് വാർത്താസമ്മേളനത്തിലും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാർ ജലീലിനെതിരെ നടപടിയെടുക്കണമെന്നുള്ള പരാമർശമായിരുന്നു കെ. സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിയമ നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്തായാലും അതിനു പിന്നാലെ ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ എന്ന തരത്തിലാണിപ്പോൾ ജലീൽ തൻ്റെ വിവാദ പരാമർശങ്ങൾ ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കെ.ടി. ജലീലിന്റെ കശ്മീർ പരാമർശത്തിനെതിരെ ഡൽഹി പോലീസിൽ പരാതി. പരാമർശം ഭരണഘടനാ വിരുദ്ധമെന്ന് പരാതിക്കാരനായ അഭിഭാഷകൻ GS മണി പറഞ്ഞു. ദേശദ്രോഹ വകുപ്പുകൾ ചേർക്കണം. സമൂഹ മാധ്യമങ്ങൾ വഴി ജലീലിന്റെ പോസ്റ്റ് ഇന്ത്യ മുഴുവൻ എത്തിയെന്നും GS മണി പറഞ്ഞു. ഡൽഹിയിലെ തിലക് മാർഗ് പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം പരാതി നൽകിയത്. സെഡിഷൻ ചാർജസ് വേണ്ടിയാണ് ഇത് കംപ്ലൈൻറ്റ് കൊടുത്ത് അവർ കശ്മീർ പറ്റി ഇവർ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഹിന്ദു മുസ്ലിമുക്ക് ഇടയെ ഒരു എൻമിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റിംഗ്, സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് ഇപ്പോൾ ഡൽഹി മുഴുക്ക, എൻറ്റയർ ഇന്ത്യ മുഴുക്ക ഈ പോസ്റ്റിംഗ് സർക്കുലേറ്റ് ആയാണ്. സോഷ്യൽ മീഡിയ പ്ലസ് പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയയിൽ ഇത് വന്നാണ്. കെ.ടി. ജലീലിന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് തള്ളി മന്ത്രി MV ഗോവിന്ദൻ. കാശ്മീരിനെ പറ്റി പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്, അല്ലാതെ വരുന്നതൊന്നും പാർട്ടി നിലപാടല്ല. ജലീൽ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് ജലീലിനോട് ചോദിക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ഈ വിഷയം കൂടുതൽ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ BJP നേതാവ് സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, അതായത് ഈ വിമർശനങ്ങൾ നാനാകോണിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നു. കൂടാതെ അദ്ദേഹത്തിനെതിരെ ഡൽഹി പരാതിയടക്കം നൽകുന്ന തരത്തിലേക്ക് പോകുന്നു. കൂടാതെ തന്നെ ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു അറിയിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ അദ്ദേഹം പരാമർശങ്ങൾ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് തൻ്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണ് അദ്ദേഹം പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? ഇത് ഒട്ടും ആത്മാർത്ഥത കലർന്നിട്ടുള്ള ഒരു പിൻവലിക്കലാണ്. അത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ആത്മാർത്ഥത ഒട്ടുമേ ഇല്ലാത്ത തരത്തിൽ വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോ കേരളത്തിലെയും രാജ്യത്തിലെയും മുഴുവൻ മനുഷ്യരും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പൂർണ്ണമായും തിരസ്കരിച്ച സാഹചര്യത്തിൽ, ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ, സംരക്ഷണ കവചമൊരുക്കാൻ
ജലീലിന് സാധാരണ സംരക്ഷണവുമായി വരാറുള്ള കേരളത്തിലെ ഇടത് ജിഹാദി ഇക്കോ സിസ്റ്റത്തിന് സാധിക്കാതെ വന്നപ്പോ ഗത്യന്തരമില്ലാതെയുള്ള ഒരു പിന്മാറ്റം എന്നേ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. എന്തായാലും ദേശീയവാദികൾക്ക് പൊതുവെ എപ്പോഴും വല്ലാതെ ബുദ്ധിമുട്ടുള്ള കേരളത്തിൽ, എല്ലായ്പ്പോഴും ദേശവിരുദ്ധ ശക്തികളുടെ ശബ്ദത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കാറുള്ള കേരളത്തിൽ ആദ്യമായി ദേശീയ ശക്തികൾക്ക് ഒരു വിജയം ലഭിച്ചിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും വിജയമെന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ജലീലിനെ കൊണ്ടത് പിൻവലിപ്പിക്കാൻ സാധിച്ചത് കേരളത്തിൽ ഇന്നലെ ഉയർന്നു വന്ന അതിശക്തമായ ദേശീയ വികാരത്തിന്റെ പ്രതിഫലനമാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കേരളത്തിന്റെ ഈ മണ്ണ് അത് ഭീകരവാദ ശക്തികൾക്ക്, തീവ്രവാദ ശക്തികൾക്ക്, ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ഒരു വിളനിലമാകാൻ അനുവദിക്കുകയില്ല എന്ന പ്രതിജ്ഞ ഈ കേരളത്തിലെ ദേശീയതയുടെ വക്താക്കൾ എടുത്തതിന്റെ ഫലമായിട്ടാണ് KT ജലീലിനെ പോലെ പാകിസ്ഥാൻ അനുകൂലിയായ സിമി തീവ്രവാദിയായ ഒരു വ്യക്തിയെ കൊണ്ട് ഈ പോസ്റ്റ് പിൻവലിപ്പിക്കാൻ സാധിച്ചത്. ഇത് ദേശീയ ശക്തികളുടെ വിജയമാണ്. ശ്രീ സന്ദീപ് വാര്യർ, അതായത് ഈ തന്റെ വരികൾ ദുർവ്യാഖ്യാനം ചെയ്തതായാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത് തെറ്റാണ് എന്ന് ഇപ്പോഴും KT ജലീൽ പറയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിയമ നടപടിയുമായി BJP മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും ഇത് സംബന്ധിച്ച് പാർട്ടി അധ്യക്ഷൻ വ്യക്തമാക്കി കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ KT ജലീൽ മറ്റുള്ളവർ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയുമ്പോഴും അയാൾ ഇട്ട പോസ്റ്റിലെ അപകടം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലെ തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയായി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള അവരുടെ വക്താവായി ജലീൽ മാറിയിരിക്കുന്നു. ഇന്ത്യ വിരുദ്ധത നിറഞ്ഞ് തുളുമ്പുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ചെയ്തത്. മാത്രമല്ല പാകിസ്ഥാന്റെ നിലപാടുകളെ അതിൽ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ്. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ഭരണത്തിൽ പാകിസ്ഥാന് വളരെ ചെറിയ തോതിലുള്ള പങ്കാളിത്തമേ ഉള്ളൂ. അവിടെ ധാരാളം സ്വയം ഭരണം നൽകിയിരിക്കുന്നു എന്നാണ് ജലീൽ പറയുന്നത്. മറിച്ച് ഇന്ത്യ കാശ്മീരി ജനങ്ങളെ അടിച്ചമർത്തുകയാണ് എന്ന വ്യാഖ്യാനവും ജലീൽ ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയെയും പാകിസ്ഥാനെയും തുലനം ചെയ്യുകയും പാകിസ്ഥാൻ കാശ്മീരികളെ കൂടുതൽ മെച്ചമായി ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പാകിസ്ഥാനെ അനുകൂലിക്കുന്ന, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന വാക്കുകളാണ് ജലീലിന്റെ പക്കൽ നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഇന്ത്യ വിരുദ്ധതയാണ് എന്ന് മാത്രമല്ല, ഇന്ത്യൻ അധീന കാശ്മീർ എന്ന് വ്യക്തമായി എഴുതിയത് ഇന്ത്യ കാശ്മീരിൽ അധിനിവേശം നടത്തിയിരിക്കുന്നു എന്ന ദുസ്സൂചനയോടെയാണ്. ആർക്കതിൽ സംശയമുള്ളത്? അപ്പൊ ജലീലിന്റെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പഴയ സിമി പാരമ്പര്യം പുറത്തു വന്നു കഴിഞ്ഞു. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തു. മറ്റൊരു ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ജലീൽ പോസ്റ്റിലെ പരാമർശങ്ങൾ മാത്രം പിൻവലിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് തൃപ്തിയാവാൻ സാധിക്കുകയില്ല. ജലീലിന്റെ നിയമസഭാംഗത്വം രാജിവെപ്പിച്ച് അദ്ദേഹത്തിനെതിരായുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടത്. ശരി, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനമെന്നാണ് അറിയുന്നത്. സന്ദീപ് വാര്യർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. മറ്റു വാർത്തകൾ നോക്കാം. KT ജലീലിനെതിരെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇതുപോലെ സംസാരിക്കുന്നവർ രാജ്യദ്രോഹികളാണെന്നും സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രഹ്ലാദ് ജോഷി ആവശ്യപ്പെട്ടു. KT ജലീൽ നടത്തിയത് പ്രതിഷേധാർഹമായ പരാമർശമെന്ന VD സതീശൻ KT ജലീൽ ആലോചിച്ച് എഴുതിയതാണെന്നും CPM മുഖ്യമന്ത്രിയും നിലപാട് പറയണമെന്നും ഷാഫി പറമ്പിൽ MLA-യും ആവശ്യപ്പെട്ടു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതൊരു ഭാരതീയന്റെ ശബ്ദമല്ല, അത് രാജ്യവിരുദ്ധതയാണ് ആ പദപ്രയോഗങ്ങൾ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മുഖ്യമന്ത്രി പാൽപ്പായസം കൊടുത്തയച്ചിരുന്ന ഒരു മന്ത്രിയാണ്, ഇപ്പോഴും കേരളത്തിൻ്റെ നിയമസഭയിലെ ഒരംഗമാണ്. അവർ ആ പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു പദപ്രയോഗങ്ങളും കാഴ്ചപ്പാടും വെച്ചു പുലർത്തുമ്പോൾ CPM അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായം പറയണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വന്തം ബാനർ വിവാദം അവസാനിപ്പിച്ച് SFIയും KSUവും മഹാരാജാസ് കോളേജിലെ വിവാദ ബാനറുകൾ അഴിച്ചുമാറ്റി. പോലീസ് എത്തിയാണ് ബാനറുകൾ അഴിച്ചത്. വിവരങ്ങൾ ഡാനി പോൾ നൽകും. ഡാനി, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ മറുപടിക്ക് മറുപടി എന്ന രീതിയിൽ ബാനറുകൾ ഇങ്ങനെ പൊങ്ങി പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് എത്തി ഈ വിവാദങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? മിഥുൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. കാരണം
ഈ ബാൻഡുകൾ ഓരോ ദിവസം എന്ന പോലും ഇരു വിദ്യാർത്ഥി സംഘടനകളും ഉയർന്നു വരിക, കോളേജിന് മുന്നിൽ ബാനർ കൊണ്ട് ഏതാണ്ട് മതിൽ തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ വരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചകളാവുന്നു. പല ഇടത് പ്രൊഫൈലുകളടക്കം ഇത് DP പ്രൊഫൈൽ പിക്ചറാക്കി മാറുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഇത് ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ കോളേജിന്റെ ഒരു സമാധാന അന്തരീക്ഷം ഇത് തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇതിൽ അടിയന്തരമായി ഈ ദിവസങ്ങളിൽ ഇടപെട്ടത്. പോലീസ് ഇരു സംഘടനാ നേതാക്കളെയും വിളിച്ചു വരുത്തുകയും അസിസ്റ്റന്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ഇത് ചർച്ച നടത്തുകയും ഇത്തരം ബാൻഡുകൾ നീക്കം ചെയ്യേണ്ടതാണ് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നീക്കം ചെയ്യാൻ ഇരു സംഘടനകളും സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാമെന്ന് പറയുന്നു. അത് പോലീസിനെ അഴിച്ചു മാറ്റാമെന്ന് അവർ തന്നെ പറയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസ് ക്യാമ്പസിലെത്തുകയും വിദ്യാർത്ഥി പ്രതിനിധികളെ കാണുകയും അല്പസമയം മുമ്പ് ബാൻഡുകൾ നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇത് തങ്ങളൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതല്ല. ഇതിൽ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു സാഹചര്യം വേണ്ട എന്ന ഒരു തീരുമാനത്തിന്റെ ആണ് ഇത്തരം ഒരു നീക്കം ചെയ്യാൻ പോലീസ് നീക്കം ചെയ്തോട്ടെ എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇത്തരം ഒരു അന്തരീക്ഷം പോസ്റ്ററുകൾ ഉയർത്തേണ്ട ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ഘട്ടങ്ങളിൽ ക്യാമ്പസുകളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇരുവിഭാഗം നേതാക്കളും KSUSFI നേതാക്കളും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, മഹാരാജാസ് കോളേജിലെ വിവാദ ബാനറുകൾ പോലീസ് എത്തി അഴിച്ചുമാറ്റിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയായിരുന്നു കൊച്ചിയിൽ നിന്നും ഡാനി പോൾ. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെത്താം. ആരു നികത്തും കുഴികൾ. കോഴിക്കോട് ജില്ലയിലെ ദേശീയപാത നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ദേശീയപാതയിലെ കുഴികൾ നികത്താൻ ഇടപെടുമെന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചതായി യോഗശേഷം മന്ത്രി പറഞ്ഞു. 2024 പാത നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അറ്റകുറ്റപ്പണികളിൽ സ്ഥിരമായി വീഴ്ച വരുന്നതായി NHIA കേരള ഓഫീസർ PL മീണ പറഞ്ഞു. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ കരാർ പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരാതി പറഞ്ഞു മടുത്തപ്പോൾ കൊച്ചിയിൽ റോഡിലെ കുഴികൾ അടയ്ക്കാൻ നാട്ടുകാർ തന്നെ നേരിട്ടിറങ്ങി. കോർപ്പറേഷന് കീഴിലെ റോഡിലെ കുഴികൾ അടച്ച് നാട്ടുകാർ സഞ്ചാരയോഗ്യമാക്കി. കൊച്ചി കോർപ്പറേഷന് കീഴിലുള്ള 63-ാം ഡിവിഷനിലെ PV ആന്റണി റോഡ് നാളുകളായി തകർന്നു കിടക്കുകയാണ്. അറ്റകുറ്റപ്പണി ചെയ്യണമെന്ന ആവശ്യത്തോട് അനുകൂലമായി കൊച്ചി കോർപ്പറേഷനും പ്രതികരിച്ചില്ല. യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പലയിടത്തും കുഴികളും നിറഞ്ഞു. നടു ഒടിഞ്ഞു, വേറെ ഒന്നും പറയാനില്ല. വണ്ടിക്ക് ഡെയിലി മെയിൻ്റെനൻസാ. എല്ലാവരും ഇതിലേ കൂടി തന്നെയാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു ആവശ്യകത തോന്നുന്നില്ല. അഥവാ തന്നെ അത് പലരും പരാതി പറഞ്ഞിട്ടുണ്ട്. റോഡിലെ ദുരിതം ഏറി വരുമ്പോഴായിരുന്നു നാട്ടുകാരുടെ ജനകീയ ഇടപെടൽ. പല ആൾക്കാരും സ്കൂട്ടറിൽ നിന്ന് ഒരു 5-6 പേര് ഒരു ദിവസം വീഴലി സാധാരണ സംഭവമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചാളായിട്ട് ആലോചിക്കണാണ്. കൊച്ചി കോർപ്പറേഷന് കീഴിലെ പല റോഡുകളും ശോചനീയമാണെന്ന പരാതി പൊതുവെയുണ്ട്. കരാറുകാർക്ക് പണം നൽകാത്തതാണ് റോഡ് അറ്റകുറ്റപ്പണി ചെയ്യാൻ വൈകുന്നതെന്നാണ് കാരണമായി പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. സീറോ മലബാർ സഭ തർക്കത്തിൽ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെതിരെ അധിക്ഷേപവുമായി വിമത വിഭാഗം. ആൻഡ്രൂസ് താഴത്തിന്റെ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ വിമതപക്ഷം ബിഷപ്പ് ഗുണ്ടാ നേതാവാണെന്നും അധിക്ഷേപിച്ചു. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിന് നിയമനം നൽകിയത് ചട്ടങ്ങൾ മറികടന്നെന്ന് തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ പുറത്ത്. പ്രിയ വർഗീസിന് 1ാം റാങ്ക് നൽകുക എന്ന മുൻവിധിയോടെയാണ് ഇന്റർവ്യൂ നടത്തിയതെന്നാരോപിച്ച് വിവരാവകാശ രേഖകൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഭാരവാഹികൾ ഗവർണർക്ക് സമർപ്പിച്ചു. സ്വർണ്ണക്കടത്തിലെ കള്ളപ്പണ കേസിൽ അന്വേഷണം തുടരുന്നതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൊച്ചിയിലെ ജോയിന്റ് ഡയറക്ടർ രാധാകൃഷ്ണനെയാണ് ചെന്നൈയിലേക്ക് മാറ്റിയത്. കേസിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടില്ല. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങി രാജ്യം. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിൽ രാജ്യം
ഹർഘർ തിരങ്ക ക്യാമ്പയിന് തുടക്കമായി രാജ്യത്തെ 20 കോടി വീടുകളിൽ പതാക ഉയർത്തുകയാണ് ലക്ഷ്യം. രാഷ്ട്രീയ നേതാക്കളും കലാകാരന്മാരും പ്രചാരണത്തിന്റെ ഭാഗമായി. 3 നാൾ നീണ്ടു നിൽക്കുന്ന ഹർഘർ തിരങ്ക പ്രചാരണത്തിനാണ് തുടക്കമായത്. ഡൽഹി കൃഷ്ണമേനോൻ മാർഗിലെ ഔദ്യോഗിക വസതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പതാക ഉയർത്തി. എല്ലാവരും പ്രചാരണത്തിന്റെ ഭാഗമാകണമെന്നും ത്രിവർണ്ണ പതാകയ്ക്കൊപ്പമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നും അമിത്ഷാ. കർണാടകയിലെ രാമനഗരിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിലും അസമിലെ ഗുവാഹത്തിയിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലും പ്രഭാതഫേരി സംഘടിപ്പിച്ചു. നാഗ്പൂരിൽ നടന്ന തിരംഗ റാലിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഭാഗമായി. ലക്നൌവിൽ നടന്ന തിരംഗ റാലി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഫ്ളാഗ് ഓഫ് ചെയ്തു. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഡൽഹിയിലെ വസതിയിൽ പതാക ഉയർത്തി. ലഡാക്കിൽ ITBP ജവാന്മാർ ദേശീയ പതാക നാട്ടി. റായ്പൂരിൽ CRPF 65-ാം ബറ്റാലിയൻ തിരംഗ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഹർഘർ തിരങ്ക ക്യാമ്പയിനിൽ പങ്കാളികളായി സംസ്ഥാന നേതാക്കളും മന്ത്രിമാരും. LDF കൺവീനർ EP ജയരാജൻ കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിൽ ദേശീയ പതാക ഉയർത്തി. മന്ത്രി K കൃഷ്ണൻകുട്ടി ചിറ്റൂരിലെ വീട്ടിലും കൂത്തുപറമ്പ് MLA KP മോഹനൻ പാനൂർ പുത്തൂരിലെ വീട്ടിലും പതാക ഉയർത്തി. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പതാക ഉയർത്തി. നടൻ മോഹൻലാലും ഹർഘർ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി എളമക്കരയിലെ വീട്ടിലാണ് മോഹൻലാൽ പതാക ഉയർത്തിയത്. സ്വാതന്ത്ര്യപ്പിറവി സ്കൂളിൽ ആഘോഷിച്ചതിന്റെ ഓർമ്മയിലാണ് 85-കാരിയായ തങ്കമണി അയ്യർ. അന്ന് കൂട്ടുകാർക്കൊപ്പം അവതരിപ്പിച്ച കലാപരിപാടികളുടെ മധുരസ്മരണ ഓരോ സ്വാതന്ത്ര്യദിനത്തിനും കൂടുതൽ ദീപ്തമാകുന്നു. രാജ്യത്തിന്റെ ആ വലിയ ദിവസത്തിൽ നാട്ടിലും സ്കൂളിലുമെല്ലാം നിറഞ്ഞ സന്തോഷമായിരുന്നു. കോഴിക്കോട് തിരുവന്നൂർക്കാരി പന്നിയങ്കര പൊക്കാവ് സ്കൂളിലായിരുന്നു തങ്കമണി അയ്യർ എന്ന് പഠിച്ചിരുന്നത്. കൂട്ടുകാർക്കൊപ്പം അവതരിപ്പിച്ച പ്രസംഗഭാഗമാണ് ഇപ്പോഴും ഓർമ്മയിൽ. സ്വാതന്ത്ര്യത്തിന് 2 ദിവസം മുമ്പ് ഒരു ആനിവേഴ്സറി ഉണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യ ദിവസത്തിന്. അന്ന് തങ്കമണിയുടെയും ഒരു ആൺകുട്ടിയും 2 പേരും കൂടിയിട്ട് ഒരു പ്രോഗ്രാം ഇട്ട് നിങ്ങളുടെ എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. അത് പറഞ്ഞപ്പം 2 പേപ്പറൊന്നും കൈ തന്നു, ഇത് വായിച്ച് പഠിക്കാനും പറഞ്ഞു. ആൺകുട്ടിക്ക് ഹിന്ദിയിൽ എഴുതിയിരിക്കണം, എനിക്ക് മലയാളത്തിൽ എഴുതി തന്നിട്ടുണ്ട്. ഞങ്ങളത് വായിച്ച് നോക്കി പഠിച്ചു. ആദ്യം ടീച്ചറെ അടുത്ത് പോയി ടീച്ചറെ വായിച്ച് പറയാൻ പറഞ്ഞു. ആ കുട്ടി മേ ആസാദിക്ക സിപ്പാഹിഹു എന്ന് പറയും. ഞാനിങ്ങനെ കയ്യിൽ 2 പൊടിയൊക്കെ ഫ്ലാഗൊക്കെ വെച്ചിട്ട് വെള്ള പാൻറ്റും വെള്ള ഷർട്ട് വെള്ള തൊപ്പി ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ. അങ്ങനെ കുട്ടികളല്ലേ, വലിയ തമാശയാണ്. അതൊക്കെ കഴിഞ്ഞ് സിപ്പാഹിക്കുന്നു, ഞാൻ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണമാകുന്നു എന്ന് പറയും ഞാൻ. അതൊക്കെ പറഞ്ഞ് ഒരു 10-20 വാചകം ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല, കുറേ കാലമായില്ല. അതൊക്കെ പറഞ്ഞ് രണ്ടുപേരും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒടുക്കം ജയ് ഹിന്ദ് പറഞ്ഞ് കർട്ടനിട്ട് ജാഗ്രത വന്നു. കർട്ടനുള്ളിൽ വന്നപ്പം ടീച്ചറെ ബ്രദർ എന്നെ എടുത്ത് ഒരു വട്ടം ചുറ്റി, നന്നായിട്ടോ മോളെ അസലായി എന്ന് പറഞ്ഞു എന്നോട്. കാലം പലത് കടന്നുപോയിട്ടും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടും ഇന്നും ആ ദിവസം ഏറെ നിറങ്ങളോടെ മനസ്സിലുണ്ട്. കലാരംഗത്തോട് പിന്നീട് ഏറെ അടുപ്പം പുലർത്താനുള്ള സാഹചര്യവും തങ്കമണി അയ്യർക്ക് ഉണ്ടായി. നിരവധി ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഭർത്താവിന്റെ മരണശേഷം കൊച്ചിയിൽ മക്കൾക്കൊപ്പം ഫ്ളാറ്റിലാണ് ഇപ്പോൾ താമസം. ന്യൂസ് 18 കൊച്ചി. എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് മലപ്പുറം മഅദീൻ അക്കാദമി. 3000 വിദ്യാർത്ഥികൾ ഐ ലവ് യു ഇന്ത്യയുടെ മാതൃകയിൽ അണിനിരന്ന് പരേഡ് നടത്തി. ഹർഘർ തിരങ്ക ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള പതാക ഉയർത്തലിന് മഅദീൻ ചെയർമാനും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി നേതൃത്വം നൽകി. കലാപ്രകടനങ്ങൾ, ഗ്രാൻഡ് സല്യൂട്ട്, ബലൂൺ ഡിസ്പ്ലേ, ഗാനശില്പം, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ മാർച്ച് പാസ് എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു.
ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.